അപ്പോഴേ നമ്മൾ നിൽക്കുന്നത് വേറെ എവിടെയല്ല, നമ്മളെ രാജേട്ടന്റെ വീട്ടിലാണ്. എവിടെ രാജേട്ടനോടെ? രാജേട്ടനോടെ പാമ്പിന് മുതലാളി എവിടെ? രാജേട്ടോയ് രാജേട്ടനോടെ. അപ്പൊ രാജേട്ടൻ കൊട്ടാരക്കൽ രാജേട്ടന്റെ വീട്ടിലല്ലേ? പാമ്പ് നമ്മളെ എവിടെയല്ല, നമ്മളെ രാജേട്ടൻ നമ്മളെ എവിടെയല്ല, നമ്മളെ എന്താ പറയുക നാദികിന്റെ പോലെ എവിടെയായിരുന്നു? കട്ടച്ചിറ, തിരൂര് കട്ടച്ചിറ ഭാഗത്തായിരുന്നു. അപ്പൊ നമ്മളെ ഇവിടെ ഈ ഏരിയയിൽ നിന്നല്ല, കുറച്ചപ്പുറത്ത് തിരൂര് ഭാഗത്തുണ്ടായിരുന്നു. തിരൂര് ഭാഗത്തുണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയൊരു മൂർഖനുണ്ടായിരുന്നു, വല കുടുങ്ങിയിട്ട് നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ആളൊന്ന് ഡോക്ടറെ കാണിക്കാനും വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരുന്നു. കൊണ്ടുപോയി തിരിച്ചു വരുന്ന സമയത്താണ് ഇവരെ കോൾ വന്നത്. അപ്പോൾ അടുത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവരെ അടുത്ത് എത്താനും അതിനെ കാണാനും പറ്റി. പിടുത്തം കഴിഞ്ഞിട്ടില്ല. എവിടെ രാജേട്ടനോടെ? ആ രാജേട്ടൻ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരെ മുതലാളി എവിടെ കണ്ടേ? ഇവിടെ വന്നില്ല. എവിടെ പാമ്പിന്റെ മുതലാളി രാജേട്ടൻ നമ്മളെ ഇസ്മായിലാക്കിയാണ് നമ്മളെ വിളിച്ചത്. വഴിയൊക്കെ തെറ്റിച്ചിട്ടാ, അത് വേറെ കാര്യം. അവിടെ കറക്കിക്കണേ, ശരിയാക്കി തരാം. അപ്പൊ എല്ലാരും ഉണ്ട്, നാട്ടുകാർ വേറെ ആൾക്കാരുണ്ട്. അതിന് ബാക്കിലൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്, നാട്ടുകാർ മൊത്തമുണ്ട്. ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയൽവാസിന്റെ വീട്ടിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നുള്ള തെളിവാണ് അല്ലേ? എന്ത് സംഭവിച്ചാലും എല്ലാരും ഉണ്ട് എന്നുള്ള ഒരു ഇതാണ്. അപ്പോ എന്താണ് ഒറ്റക്കെട്ടാവണോ? നമ്മളൊക്കെ മനസ്സ് അങ്ങനെയാണ്. ആ ഒരു കമന്റ് പറഞ്ഞതാ ഇയാളാട്ടാ. എന്തായിരുന്നു ഏട്ടന് പേരെന്തായിരുന്നു? സലാമാക്കാണ്. പാമ്പ് പുറത്തേക്ക് വന്നാൽ എല്ലാരും വായെന്ന് പറഞ്ഞ് നോക്കട്ടെ ആരൊക്കെ അവിടെ നിൽക്കുന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരുപാട് സമയമൊന്നും കളയുന്നില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കി. നമുക്ക് ഒറ്റ ബാഗ് ഇവിടുന്ന് തലണ കവർ ചേച്ചിൻ്റെ അടുത്ത് വാങ്ങിച്ചിരിക്കണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ കയറ്റാനുള്ളത്. നമ്മളെ കയ്യിലുള്ളതിൽ പാമ്പുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയണ്ടല്ലേ? എത്രയും പെട്ടെന്ന്, അതായത് ഈ ഒരു ഭാഗത്താട്ടോ നമ്മൾ പാമ്പുള്ളത്. പാമ്പുകുട്ട അവിടുന്ന് എഴഞ്ഞു വന്നതാണ്, അവിടുന്ന് എഴഞ്ഞു വന്ന് ഇവിടെ കയറിയതാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നോമ്പിൻ്റെ ടൈമാണ്. അപ്പോൾ ഒരുപാട് നേരം വരെ വെയിലത്ത് നിർത്താൻ വയ്യ. ചിലപ്പോൾ പാമ്പ് നോമ്പായിട്ടേ നോമ്പുണ്ടാവില്ല, എങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയല്ലേ നമ്മള്. അപ്പം നമ്മളാളുള്ളത് ഇതാ ഈ ഒരു ഹാളിലാണ്. ആ മുരുകേശനാണ്. പേരിട്ടേതല്ല, ചിലപ്പോ അത് പായണതിന്റെ ഇടയില് ഇത് തടഞ്ഞു വീഴണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ പാമ്പിനെ ഇവിടെയാണ് വെക്കണത്. അപ്പൊ അതൊക്കെ ഒന്ന് ഇതാട്ടോ ഈ സാധനങ്ങൾ പഠിക്കൊണ്ടിരിക്കും. ബഷീറാക്കി പാമ്പിനെ അടിക്കാൻ വേണ്ടി മതി കേട്ടോ, മതി മതി മതി. ആ ബാക്കിലാ നമ്മളെ ആ പാമ്പിനെ കയറ്റുന്ന സഞ്ചിനെ എടുത്താൽ അതൊക്കെ പിന്നെ എടുക്കാം. സഞ്ചിയൊക്കെ കളിപ്പിക്കണം, കളിപ്പിക്കാൻ മുതലുണ്ടാക്കിയാന്നോണ്ട്. ചെറുതാ അല്ലല്ല, ചെറുതല്ല, ചെറുതൊന്നുമില്ല. ഞങ്ങൾക്കിന്റെ പൈസ ആള് കൊടുത്തില്ല. ഹലോ അങ്ങോട്ട് പോവോ എനിക്കറിയില്ല. മരം ചവിട്ടിട്ട് എന്റെ മേൽക്കാണ്ട് തള്ളിയിടും. ഞാൻ ഞാനാ ശരി ഞാൻ ഇരുത്തി കയറോ മെലിഞ്ഞൊരു കമ്പി നീട്ടി നല്ല നിട്ട എന്റെ ബാക്കിലേക്ക് വരരുത്, ബാക്കിലേക്ക് വരരുത്, ഇവിടെ വരരുത് കേട്ടോ. നിങ്ങൾക്ക് ആവേശം മൂത്തിട്ടാന്ന് എനിക്കറിയാം.
അല്ല അവിടുന്ന് പാമ്പ് ഇങ്ങോട്ട് വരും, പാമ്പ് ഇങ്ങോട്ട് വന്നാൽ എനിക്ക് പറ്റില്ല. മാറിക്കാളി അല്ലല്ല നിങ്ങള് അപകടം ഉണ്ടാക്കിയേക്കെ. മാർപ്പിനാല് കയറിക്കോളി. അത് നമുക്ക് പറയാൻ പറ്റില്ല. പാമ്പന്നെ പാമ്പല്ല നല്ല തുള്ളിച്ചാട്ടാണ്. നല്ല തുള്ളിച്ചാട്ടമാണ് ഇവര്. ആള് പത്തി കുറവുള്ള അതിന് ചെറുതുണ്ടാവട്ടെ, വേറെ ബാക്കിൽ നോക്കിയാൽ ചില പാമ്പ് തീരെ കേറി നല്ല അനുസരണം. അത് കൂടിയ പാമ്പ് ചാവൂല. മഴ ഉണ്ട് കയറും. മട ഉണ്ടാക്കി ഒഴിഞ്ഞ് നടന്ന് ശീലമുള്ള എന്റെ ക്ഷമൊക്കെ നശിക്കുന്നു കേട്ടോ. ഞാൻ വരുന്നോക്കാം. ഇപ്പോഴാണ് പത്തിരുത്ത്. എന്താ അതിന്റെ കുട്ടി ഉണ്ടാവോ? ഞാനെന്താണോ ഇല്ലല്ലോ. ഇങ്ങനെ പേടിക്കണ പല മോഡൽ അവരെ ഫോൺ തന്നെയാണ് ഇത്. ഓക്കെ, അപ്പൊ താങ്ക് യു. അത് സ്ട്രോങ് ഇല്ല എന്നുള്ളത് കൈ വെച്ച് കൊടുത്താൽ മതി. അപ്പഴേ രാജേട്ടന്റെ സ്വന്തം മാവിനല്ലേ, സ്വന്തം മാവിനെ രാജേട്ടനോടാ, രാജേട്ടൻ മങ്ങി രാജേട്ടന്റെ സ്വന്തം മാവിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോ അതായത് അഗ്രസീവ് ആണ്, അതായത് പൊട്ടിത്തെറിപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്താ പറയാ, നമ്മൾ കാണിച്ചു കൊടുത്ത കൂട്ടുകാർ കുഴപ്പമില്ലാത്ത രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റെസ്ക്യൂ ഇവിടെ നല്ല രീതിയിൽ അവസാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയാല്ലേ. ഇവിടെ ഒരാൾ പാൽക്കായ ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പാൽക്കായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാൽക്കായ വെളുത്തുള്ളി മുരിങ്ങന്റെ തോലിലൊന്നും ഒരു കാര്യമില്ല. പാൽക്കായ വയറുവേദനക്കാണ്, പാമ്പിന് വയറുവേദന ഇല്ല. വെളുത്തുള്ളി അച്ചാർ ഇടാനാണ്, പാമ്പിന് അച്ചാർ ഇഷ്ടമല്ല. അച്ചാർ തീറ്റി നിർത്തിക്കണാണ് കേട്ടോ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങന്റെ തോല്, മുരിങ്ങന്റെ അടിഭാഗം വരെ നമ്മൾ മാന്തിയിട്ട് മൂർക്കനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങ ചുറ്റി കിടക്കണ മൂർക്കനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ വെച്ചാൽ പൊതുവേ ആൾക്കാർ മണ്ണെണ്ണ ഒഴിക്കും. മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മണ്ണെണ്ണ നേരിട്ട് വരെ മേല് തട്ടിയിട്ടുണ്ടാകും, ശരീരം പൊള്ളിപ്പോവും. അപ്പോൾ അതുകൊണ്ട് മണ്ണെണ്ണ ഒഴിക്കാതിരിക്കുക. നമ്മൾ മാക്സിമം നമ്മളെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുക. അതായത് നമ്മളിടുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ തവള, എലി, പൂച്ചൊക്കെ വരും. ഇവരെ കഴിക്കാനാണ് വരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പകൽ സമയങ്ങളിൽ ഈ വിഷമുള്ള പാമ്പുകളൊന്നും പൊതുവെ പകൽ സമയം ഇറങ്ങി നടക്കൂല. ഇത് ചിലപ്പോൾ എന്തിനെങ്കിലും കണ്ടിട്ട് പേടിച്ചിട്ട് പോണതിൻ്റെ ഇടയിൽ അപ്പോൾ അങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ കയറി വന്നതാവും അത്. അപ്പോൾ വൃത്തിയില്ലാത്തല്ല, അങ്ങനെ കയറി വന്നതാണ്. എന്നാലും വൃത്തിയാക്കുക കേട്ടോ. വീടിനോട് ചേർന്നുള്ള ചെടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കുക. പിന്നെ വെച്ചാൽ വിറക് വരല്ലേ, വിറക് വരൊക്കെ നല്ല തണുപ്പുള്ള ഒരു ഏരിയ അല്ലേ, അപ്പോൾ ചൂടല്ലേ. അപ്പോൾ എന്തിനായാലും നമ്മൾ അന്നത്തെ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഒന്നും പറയില്ല. ഓക്കെ, താങ്ക് യു.